നമസ്കാരം. പുതിയൊരു വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. ചില ആൾക്കാർ വളരെ വിഷമത്തോടു കൂടി പറയുന്നതും ചില സങ്കടം പോലെയും ഒക്കെ ആയിട്ട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? കാര്യം അവരെ ആരും കരുതുന്നില്ല, പരിഗണന കിട്ടുന്നില്ല, അവർക്ക് അവഗണനകളാണ് എന്ന് തുടങ്ങി പല കാര്യങ്ങൾ. സത്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉചിതം. കാര്യം ആദ്യമൊക്കെ നമ്മളെ കേൾക്കാനൊക്കെ ആൾക്കാരുണ്ടാവും, പക്ഷേ കേട്ടങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് തന്നെ അതൊരു ബോറിംഗ് ആയിട്ട് മാറും. പിന്നെ ഈ പറയുന്നവരെ കാണുമ്പോൾ നേരത്തെ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഓടി ഒളിക്കാനുള്ളൊരു ശ്രമമൊക്കെ നടത്തും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് ഒരു തീരുമാനം അങ്ങ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഒന്ന് രണ്ട് പോയിന്റ് പറഞ്ഞുതരാം. നമ്മൾ ഒരാളിൻ്റെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടാകണമെന്നില്ല. ഒരാളിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവൃത്തികളിലാണെങ്കിലും വാക്കുകളിലാണെങ്കിലും ശ്രമിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു നിലപാടുണ്ടാകുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ആൾക്കാരെന്ന് പറയുന്നത് പല രീതിയിലുള്ളതായിരിക്കാം. ചില ആൾക്കാർ സഹകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും കാര്യസാധ്യങ്ങൾ ഉണ്ടാകാം, അത് മാത്രമായിരിക്കും. ഇപ്പോൾ നമ്മളോട് ഒരു വിശേഷങ്ങളും അന്വേഷിക്കാതെ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ഷേമവും അന്വേഷിക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു ഗുഡ് മോർണിംഗ് വരികയും തുടർന്ന് കുറച്ച് നേരം നമ്മളുമായിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് നമ്മളോട് അവതരിപ്പിക്കുകയും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് സാധിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവർക്ക് നേടാനുള്ളതെല്ലാം നേടുകയും അല്ലെങ്കിൽ കിട്ടാനുള്ളത് കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും നമ്മൾ വിചാരിക്കും നമ്മളെ അവർ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഉപകാരങ്ങളെ ഓർത്ത് അവരുടെ മനസ്സിലെപ്പോഴും നമ്മളുണ്ടാകും എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെയാണ് ഈ വിഷമങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ആൾക്കാരെ പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിനനുസൃതമായി നമ്മൾ പെരുമാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളൊരാളിനെ കണ്ടറിഞ്ഞ് പെരുമാറുമ്പോഴല്ലേ അതിനകത്ത് നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അവരിനി നന്ദിയില്ലാത്തവരാണെങ്കിൽ പോലും നമുക്കതിനകത്തൊരു വിഷമം ഉണ്ടാകത്തില്ല അത്തരം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ പറയുന്നത് പോലെ ആരെങ്കിലും നമ്മൾ ഉപകാരം ചെയ്തു കൊടുത്തിട്ടുള്ള ആൾക്കാർ അവർ നമ്മളെ അവഗണിക്കുന്നതായിട്ട് തോന്നുകയും നമ്മളുമായിട്ട് അവർക്ക് പിന്നീടൊരു സഹകരണത്തിന് താല്പര്യമില്ലാതെ വരികയും നമുക്കെന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരോട് സഹകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുടെ ഔട്ട്പുട്ടാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിയുമ്പോൾ ഈ കാണുന്ന കണ്ണീരും നിലവിളിയും നെഞ്ചത്തടിയൊക്കെ. അപ്പം ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് പരോപകാരികളാണ്. ആരെയും നമ്മൾ സഹായിക്കേണ്ടാന്നോ അതല്ലെന്നുണ്ടെങ്കിൽ ആർക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ടാന്നോ എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പ്രതിഫലം എന്നുള്ള രീതിയിൽ ഒരു വിഹിതം പറ്റാൻ വേണ്ടി നമ്മൾ നിൽക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മൾ പിടിച്ചു വാങ്ങുന്നതിലല്ല. അർഹരാണെന്നുണ്ടെങ്കിൽ അംഗീകാരം നമ്മളെ തേടിയെത്തും, അതല്ലെന്നുണ്ടെങ്കിൽ പരിഗണനകൾ നമ്മളെ തേടിയെത്തും, അതല്ലെന്നുണ്ടെങ്കിൽ കരുതൽ നമ്മളെ തേടിയെത്തും എന്ന് നമ്മളങ്ങ് വിചാരിച്ചിരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഈ ആവശ്യമില്ലാതെ നമ്മളിരുന്ന് മറ്റുള്ളവരെ പറ്റി അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ആളാണ്, ഒരു ഉപകാരസ്മരണയില്ലാത്ത ആൾക്കാരാണ് അവർ എന്നൊന്നും പറഞ്ഞ് സ്വയം വില കളയാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ഏതറ്റം വരെയും പോകും. നമ്മളതിന് ഒരുപാട് തെളിവുകൾ ഈ പറയുന്ന നവമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചില ആൾക്കാരെ പൊക്കി പറയും. നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 100% അത് ഓക്കെ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ഉൾപ്പളവൊക്കെ വരും. പിന്നെ നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ച് അവർക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കാൻ പോകും.
ചിലപ്പോൾ ഒരു പക്ഷേ കാര്യങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്യും. പിന്നീട് ഈ പറയുന്ന പോലെ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവരിൽ നിന്ന് നമുക്ക് ആ ഒരു സഹകരണമോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളത് തന്നെ ഉള്ളൂ. അപ്പം നമ്മൾ ആൾക്കാരെ കണ്ടറിഞ്ഞങ്ങ് സഹകരിച്ചിരുന്നാൽ മതി. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ടാവും. അവർ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കാര്യസാധ്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക ഒക്കെ. അത് കഴിയുമ്പോൾ അവരതങ്ങ് മറക്കും. ഇത്തിരി കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും നമ്മളെ കൊണ്ട് എന്തെങ്കിലും കാര്യസാധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഒലിപ്പിച്ചുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി അങ്ങ് കാണുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും നല്ലൊരു എളുപ്പവഴി പറഞ്ഞുതരാം. നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലും ആൾക്കാരിലും നമ്മളുടെ ആ ഒരു പ്രസൻസ് അറിയിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് പറ്റാത്തതിനെ നമ്മൾ ഒഴിവാക്കുക. കാര്യം നന്നാക്കിയെടുക്കാൻ പറ്റുന്നതിന് നമുക്കൊരു പരിധിയുണ്ട്. അപ്പോൾ ഈ നന്നാക്കിയെടുക്കലെന്ന് പറയുന്നത് അതൊരു ബേർഡൻ്റെ ഭാഗമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കുക, നമ്മൾ യെസ് പറയുന്നത് പോലെ തന്നെ നമ്മൾ നോ പറയാനും ശീലിക്കുക. അല്ലാതെ അവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പോകുമ്പോഴേക്കും. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ.